കുറച്ച് നാൾ മുന്നേ വീട്ടിലൊരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് മുത്തപ്പൻ വെള്ളാട്ടം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്തെ മൈൻഡിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഒരു മുത്തപ്പൻ ബോട്ടിൽ ആർട്ട് ചെയ്ത് നോക്കണമെന്ന്. ഒരുപാട് പേര് നമ്മുടെ മുത്തപ്പനെ ആരാധിക്കുന്ന ഒരുപാട് കൂട്ടുകാർ ഒരുപാട് നാളായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ. അപ്പോൾ ആ തന്നെ ഈ ഒരു ബോട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു തെയ്യം ബോട്ടിൽ ആർട്ട് ഈ ഒരു ബോട്ടിൽ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ ഫേസ് വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബോട്ടിലാണ്. സിസറിനോ അങ്ങനെ എന്തോ അല്ലേ പേര്. ഞാൻ ആ സ്റ്റിക്കർ കളയുന്നതിന് മുന്നേ ജസ്റ്റ് പേര് നോക്കാൻ മറന്നുപോയി കേട്ടോ. ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് നാളുകായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓഡിയോ കൊടുക്കുന്നത് ശ്രദ്ധിക്കാൻ മറന്നുപോയി. അപ്പോൾ ബേസ് കോട്ട് വൈറ്റ് അടിച്ച് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം നമുക്കറിയാമല്ലോ നോർമൽ തെയ്യത്തിൻ്റെയൊക്കെ മുഖത്തെഴുത്ത് പോലെയല്ല മുത്തപ്പൻ്റെത്. കുറച്ച് സിമ്പിളാണ്, പക്ഷേ കുറച്ച് മഞ്ഞൾ കൂടുതലാണ്. അപ്പോൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നോർമൽ യെല്ലോൻ്റെ കൂടെ ഒരു പൊടിക്ക് ഓറഞ്ച് കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഡാർക്ക് യെല്ലോ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ആ ഒരു കളറാണ് നമ്മുടെ മുത്തപ്പൻ്റെ പെർഫെക്റ്റ് കളറായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും നല്ല രീതിയിലൊന്ന് ഉണക്കിയെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കണ്ണിൻ്റെ ഭാഗമാണ് കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് ഇവിടെ പറയാനുള്ളത്. കാരണം മുത്തപ്പൻ്റെ കണ്ണ് മാത്രം കുറച്ച് വെളിങ്ങനെ എഴുതിയ രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കണ്ണിൻ്റെ ഭാഗം നല്ല നീറ്റായിട്ട് ചെയ്തെടുത്താൽ മാത്രമേ ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ളതും ഹൈലൈറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് നല്ല മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ തലയുടെ ആ ഒരു നെറ്റിയുടെ അവിടെ ചെറിയൊരു ചന്ദ്രക്കല പോലത്തെ ഒരു സംഭവം ഇങ്ങനെ വരച്ചിട്ട് കണ്ടിട്ടുണ്ട്. അതൊന്ന് വരച്ചെടുക്കുവാണ്. ഇനി മൂക്കിൻ്റെ പോർഷനാണ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കൊടുക്കേണ്ടത്. ആ ഒരു ഭാഗം ജസ്റ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റെഡ് കളറിലാണ് ഞാൻ റെഫറൻസ് ഇമേജ് നോക്കിയിട്ടാട്ടോ ചെയ്യുന്നത്. ഒരു റെഡ് കളറിലാണ് മൂക്കിൻ്റെ ആ ഒരു പോർഷൻ കണ്ടിട്ടുണ്ടായത്. അപ്പോൾ അത് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡ് ഒരുപോലെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് ചെറുതായിട്ടൊക്കെ തെറ്റിപ്പോയാൽ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്കത് മായ്ച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുണ്ടോ. കാരണം ബേസ് കോട്ട് നമ്മൾ പെയിൻ്റ് അടിച്ചപ്പോൾ തന്നെ ഒരു നല്ലൊരു മിനുസുള്ള സർഫസാണ് കിട്ടിയിട്ടുണ്ടാവുക. അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് മുകളിൽ പെട്ടെന്നൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ സ്പ്രെഡ് ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ചുണ്ടിൻ്റെ പോർഷൻ കുറച്ച് വൈഡായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിവിടെ നമ്മളിപ്പോൾ വൈഡാക്കി കൊടുത്തോന്ന് വിചാരിച്ചിട്ട് ഇത്രയും വലിയ ചുണ്ടൊന്നും കാണൂല കേട്ടോ. കാരണം നമുക്ക് മുത്തപ്പനെ അറിയാമല്ലോ, താടി മീശയൊക്കെ ആ ഒരു പോർഷനൊക്കെ നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചുണ്ടൊക്കെ കവറായിട്ട് പോകും. അപ്പോൾ ചെറിയ ചുണ്ട് വരച്ചു കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞതായിട്ട് കാണുമല്ലോ. അപ്പോൾ ആ ഒരു ബോർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വലുതായിട്ട് വരച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞ് കണ്ണ് കൊടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബോട്ടിലിൻ്റെ ഷേപ്പ് തന്നെ ആ ഒരു മുകൾ വശത്തേക്ക് ഇങ്ങനെ കൂർത്ത രീതിയിലാണ്. അപ്പോൾ ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് വൈഡായിട്ടില്ലാത്തത് കൊണ്ടും നമ്മൾ വരയ്ക്കേണ്ട ബാക്കി പോർഷൻ നല്ല വലിയ വൈഡായിട്ടുള്ള സ്പേസ് ഉണ്ടായത് കൊണ്ടും നമുക്ക് കണ്ണിൻ്റെ ആ ഒരു പോർഷൻ അത്രയും വലിയ സ്പേസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ വരച്ച് കഴിഞ്ഞാൽ ഒരു ബോറില്ലാത്ത രീതിയിൽ കിട്ടണമെങ്കിൽ കുഞ്ഞ് കണ്ണ് കൊടുത്തിട്ട് ആ ഒരു കോർണർ ഷേപ്പൊക്കെ നല്ല നീറ്റാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഇത്ര ചെറിയ കണ്ണ് കൊടുത്തത് കേട്ടോ. പിന്നീട് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതിൻ്റെയൊക്കെ സൗണ്ടിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മൂക്കിൻ്റെ ആ ഒരു പാലൊക്കെ വരച്ചു കൊടുത്തു. അപ്പം മുത്തപ്പൻ്റെ മുഖത്തെഴുത്തിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കുറേ അധികം വന്നിരിക്കുന്നത് മൂക്കിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു കവിളിൻ്റെ സൈഡിൽ മാത്രമാണ്. ബാക്കി അത്രയൊന്നും വരയ്ക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു വർക്ക് തന്നെയാണ് ഈ ഒരു മുത്തപ്പൻ ബോട്ടിൽ ആർട്ട്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊരു ഷെയ്ഡിങ് ആണ് വന്നിരിക്കുന്നത്. ചെറിയൊരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള പോർഷൻ വരേണ്ടതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ കളർ കുറച്ച് ചെറിയ ലൈറ്റ് കളറാണ് കൊടുത്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ മൂക്കിൻ്റെ ആ ഒരു പാലത്തിൻ്റെ അറ്റത്തായിട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് ലൈറ്റ് കളറാണ് വേണ്ടത്. എന്നാൽ മാത്രമേ നമുക്കൊരു മൂക്കിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലൊരു ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എന്തോന്ന് തേങ്ങയാണെന്ന് വിചാരിക്കേണ്ട. ഫൈനൽ ലുക്കിൽ നമ്മൾ കിടുവാക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഭയങ്കര മഴയാണ്, ഇടയ്ക്കിടയ്ക്ക് കറണ്ടൊക്കെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു മഴയുടെ നല്ല സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഒരുപാട് നോക്കി മഴയൊന്നും ഇല്ലാത്ത സമയത്ത് ഓഡിയോ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ പറ്റുന്നില്ല, നല്ല മഴയാണ് 2 ദിവസമായിട്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇവിടെ കണ്ണൂർ ജില്ലയിലൊക്കെ നല്ല രീതിയിൽ ഇന്ന് സ്കൂളൊന്നും ഇല്ല കേട്ടോ, മഴയായതുകൊണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് മീശയും താടിയൊക്കെ വെക്കേണ്ടതായിട്ടുള്ള പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഷേപ്പിന് കണക്കായിട്ട് ഇതുപോലെ ഞാനൊരു സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമൽ പഞ്ഞി ഉണ്ടല്ലോ, ആ ഒരു പഞ്ഞി തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. അതൊന്ന് നല്ല രീതിയിൽ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ആ ഒരു ഷേപ്പിന് കണക്കായിട്ട് നമ്മളൊന്ന് റെഡിയാക്കി എടുത്തു. അതിനുശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ജസ്റ്റ് ആ ഷേപ്പ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ. ഫെവിക്കോൾ വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് പഞ്ഞി ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നേരത്തെ ചുണ്ടിൻ്റെ പോർഷൻ കുറച്ച് വലുതായിട്ട് കൊടുത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ പഞ്ഞിയായിട്ട് ആ ഒരു മീശയും താടിയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു വിസിബിൾ ആവുന്ന പോർഷൻ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് വലിയ ചുണ്ട് നമ്മൾ നേരത്തെ കൊടുത്തത് കേട്ടോ. ഇവിടെ പഞ്ഞി വെച്ചിട്ട് ബാക്കിയൊക്കെ കവറായിട്ട് പോകുമ്പോൾ കുഞ്ഞു ചുണ്ട്, കുഞ്ഞു വായി മാത്രമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല നീറ്റായിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് റെഡിയാക്കി എടുത്തു. അപ്പോൾ ചെറിയ പോർഷൻ മാത്രമാണ് താടിയായിട്ട് കാണുന്നത്, ആ ഒരു പോർഷനും നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുത്തു കേട്ടോ. ഇവിടെ കണ്ണിൻ്റെ ഉള്ളിൽ നമ്മൾ കളർ കൊടുത്തിട്ടില്ല, അത് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ആ ഒരു താടിയുടെ ആ ഒരു കവിളിൻ്റെ പോർഷൻ കുറച്ച് ഹൈലൈറ്റിംഗ് ആയിട്ടൊരു ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ ഇവിടെ കുറച്ച് ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഡാർക്ക് ആയിട്ടുള്ള പോർഷൻ, കുറച്ച് ഹൈലൈറ്റിംഗ് ആയിട്ട് പോർഷനൊക്കെ നമുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈറ്റ് കളർ, നമ്മൾ നേരത്തെ യെല്ലോ കളറിൻ്റെ കൂടെ കുറച്ചൊരു പൊടിക്കും കൂടി ഓറഞ്ച് ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടി ഡാർക്ക് ആക്കി എടുത്തു. ആ ഒരു പോർഷൻ ഇതുപോലെ നമ്മളൊന്ന് കവിളിൻ്റെ ഭാഗത്തായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ആ ഒരു ചീക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, കവിളിൻ്റെ ആ ഒരു പൊങ്ങി നിൽക്കുന്ന ഭാഗം, അവിടെ നമുക്ക് കുറച്ചൊരു ബൾക്കായിട്ടുള്ള ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റ് കളർ, യെല്ലോ കളർ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ കവിളിങ്ങനെ ഷൈനിങ്ങോടെ നിൽക്കുന്ന ആ ഒരു രീതിയിൽ കിട്ടും. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡാർക്ക് യെല്ലോ ഒക്കെ വെച്ചിട്ട് ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ലുക്കിൽ നമ്മളത് ചെയ്തെടുത്തത്. ഇനി അത് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളാണ് കേട്ടോ പറയേണ്ടത്. കാരണം നമ്മളവിടെ മീശ താടിയൊക്കെ കൊടുത്ത ആ ഒരു പോർഷൻ എന്തായാലും കുറച്ചിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള താടിയും മീശ ആയതുകൊണ്ട് തന്നെ നിഴൽ വരും. ആ ഒരു നിഴലിൻ്റെ ഭാഗം ഡാർക്ക് കളറായിരിക്കും. എന്നാൽ കവിളിൻ്റെ പോർഷൻ ലൈറ്റ് അടിക്കുന്നത് കൊണ്ട് തന്നെ ലൈറ്റ് കളർ കിട്ടണം. ആ ഒരു പോർഷനിൽ ഹൈലൈറ്റിംഗ് ആണ് വേണ്ടത്, അതുകൊണ്ട് തന്നെ ലൈറ്റ് കളറാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളെ കണ്ണിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കൃഷ്ണമണിയും നമ്മളൊക്കെ വരച്ചു കൊടുത്തു. അതിന് ശേഷം കണ്ണിൻ്റെ ഉള്ളിലത്തെ വൈറ്റ് കളർ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ നോക്കുന്നിടത്തുള്ള റിഫ്ലക്ഷൻ കണ്ണിൽ വന്നാൽ മാത്രമേ ഒരു ജീവൻ തുടിക്കുന്ന രീതിയിലുള്ള ഒരു ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നീറ്റായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ കൃഷ്ണമണി വൈറ്റ് അടിച്ചു കൊടുത്ത പാടും, കൺപോളേൻ്റെ ഉള്ളിലത്തത് വൈറ്റ് അടിച്ചു കൊടുത്ത പാടും ഉള്ളിലത്തെ കൃഷ്ണമണി കൊടുക്കുമ്പോൾ ഒരു ഗ്രേ കളർ ടോണിലേക്കാണ് വന്നത്. നല്ല നീറ്റായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം അതൊന്നും കൂടി ബ്ലാക്ക് ആക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഓരോ പോർഷൻ നമ്മൾ സെപ്പറേറ്റ് ആണ് കളർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, കൈ തട്ടാതെ മുട്ടാതെ ഒക്കെ നോക്കണം, അല്ലെങ്കിൽ സ്പ്രെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കണ്ണൊക്കെ വരച്ചതിന് ശേഷം മുത്തപ്പനെ ജസ്റ്റ് മുഖത്തെഴുത്ത് ഇതുപോലെയൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. റെഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഒരു ബ്രൗണിഷ് റെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മൂക്കിൻ്റെ ആ ഒരു ഭാഗത്തും കൂടി കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കുറച്ച് ഡാർക്ക് കളർ പോർഷൻ വേണ്ടിയതായിട്ടുണ്ട്. അതും കൂടി നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ചെയ്ത കളറൊക്കെ നല്ല രീതിയിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ കണ്ണിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഭാഗം നമുക്ക് ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ കവിളിൻ്റെ ആ ഒരു പോർഷൻ കുറച്ചും കൂടി ഹൈലൈറ്റിംഗ് ഒക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് അതൊന്ന് ഉണങ്ങുന്ന വരെ നമുക്ക് സമയമുണ്ട്. അപ്പോൾ നമുക്ക് മുത്തപ്പൻ്റെ മുടി ആ ഒരു ഭാഗത്തിൻ്റെ എങ്ങനെയെല്ലാം ചെയ്തെടുക്കാൻ നോക്കാം. ഈ ഒരു ഷേപ്പിലാണ് വേണ്ടത്. അപ്പോൾ വലിയൊരു കാർഡ്ബോർഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇത് തിരിച്ചിട്ടിട്ട് വരച്ചു കൊടുത്താൽ ഇപ്പുറത്തെ സൈഡിലും കൂടെ ചെയ്യേണ്ടത് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുത്താൽ മതി. കാരണം 2 ഭാഗത്തും ഒരേ ഷേപ്പ് തന്നെ വേണം. ഇത് തിരിച്ചിട്ട് കൊടുത്താൽ 2 ഭാഗത്തേക്കുള്ളതായിട്ട് കിട്ടും. ഇനി തലയുടെ, അതായത് നെറ്റിയുടെ മുകളിൽ വെക്കേണ്ടതായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതും ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തു. ഇതൊക്കെ റെഫറൻസ് ഇമേജ് നോക്കിയിട്ടാട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി കംപ്ലീറ്റ് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ കളേഴ്സും ആക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. കാരണം ആക്രിലിക് പെയിൻറ്റ് ബെസ്റ്റ് ആയിട്ടുള്ളൊരു പെയിൻറ്റ് തന്നെയാണ്. ഇവിടെ ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്യാം, വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് ഇത്ര നല്ല റിസൾട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ മാക്സിമം ആക്രിലിക് പെയിൻറ്റോ അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റോ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നല്ല രീതിയിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടി ആക്സസറീസ് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്യുന്നതിനും ആ പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം ഒന്നും കൂടി നമ്മൾ ഇതുപോലെ കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്.
കുറേ അധികം മുത്തപ്പനെന്ന് കാണുന്നവർക്കറിയാം, കുറേ അധികം ഒത്തിരി ഇങ്ങനെ ബൾക്കായിട്ടൊന്നുമില്ല, എന്നാലും അട്രാക്റ്റീവായിട്ടുള്ള കുറേ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ കുറേ കുഞ്ഞു കുഞ്ഞു കാർഡ്ബോർഡ് തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ എടുത്തിട്ടുള്ളത് ആ ഒരു ഗ്ലിറ്ററിങ്, ആ ഒരു ഷൈനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് CD ഉണ്ടല്ലോ, ആ ഒരു CD നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതും കൂടി ഒട്ടിച്ചിട്ട് നമ്മൾ കുറേ ഓർണമെൻറ്റ്സ് സെറ്റാക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ എങ്ങനെയാണെന്നുള്ളത് വഴിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് മുടിയുടെ ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുള്ളത്. ആയാലും ഇനി പ്രത്യേകം കളറൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ് മുത്തപ്പൻ എന്ന് പറയുന്നത്. ഒത്തിരി പേർക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമായിരിക്കും മുത്തപ്പൻ ആരാണ് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് അറിയാം ഞാൻ എത്രത്തോളം തെയ്യത്തിനെ ആരാധിക്കുന്ന ഒരാളാണ്, എത്രത്തോളം തെയ്യത്തിനെ സ്നേഹിക്കുന്ന ഒരാളാണെന്നുള്ളത്. അപ്പോൾ അതന്നെയാണ് എൻ്റെ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഞാൻ ഓരോ വർക്ക് ചെയ്യാനുള്ള കാരണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ക്രാഫ്റ്റിൻ്റെ, അതായത് ആർട്ട് ക്രാഫ്റ്റ് റൂം, എൻ്റെ ഒരു അധോലോകം ഉണ്ട് മനോഹരൻ്റെ വീട്ടിൽ. ആ ഒരു റൂമിൽ എത്രത്തോളം തെയ്യത്തിൻ്റെ വർക്ക് മാത്രമായിട്ടുള്ളത് ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ എൻ്റെ വീട്ടിൽ വരുന്നവർ കാണാറുണ്ട്, വന്ന് നോക്കാറൊക്കെ ഉണ്ട്. അവരൊക്കെ ഭയങ്കര ഇതിനിടയിൽ വീടിൻ്റെ ഡോറ്, അതായത് എൻ്റെ അധോലോകത്തിൻ്റെ ഡോറ് തകരാറായപ്പോൾ അത് ശരിയാക്കാൻ ഒരു ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര വണ്ടർ അടിച്ച് ചോദിച്ചു ഇതൊക്കെ ആരാ ചെയ്തതെന്നുള്ള രീതിയിൽ. എനിക്കൊരു ലുക്കൊന്നും ഇല്ലെങ്കിലും അവരെൻ്റെ വീഡിയോ ഒന്നും കാണാനില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇത്രയും നന്നായിട്ടൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പിന്നെ ചാനലുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഈ ഡയറക്റ്റ് കാണുന്നവർ ഒത്തിരി അധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ വീഡിയോയിൽ കുറേ എഡിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത്, കുറേയൊക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് ചെയ്യുന്നതല്ലേ എന്നൊക്കെ കുറേ ആൾ കമൻറ്റ് ചെയ്തിട്ട് പറയാറുണ്ട്. പക്ഷേ നേരിട്ട് കാണുന്നവർ പറയുമ്പോൾ പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. കാരണം നമ്മുടെ വർക്കൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ആ ഒരു അഭിപ്രായമാണല്ലോ അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഫേക്ക് അല്ല എന്നുള്ളത് നേരിട്ട് കാണുന്നവർക്കെങ്കിലും മനസ്സിലാവുമല്ലോ. അപ്പോൾ ഒത്തിരി അധികം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വർക്കും ചെയ്യുന്നത്. ഒത്തിരി അധികം സന്തോഷത്തോടെയും സ്നേഹത്തോടെയാണ് ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. അതൊക്കെയാണ് എൻ്റെ വർക്കിൻ്റെ ആ ഒരു സക്സസ്സിനെയും കാരണം. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ആ ഒരു താടിയും മുടിയൊക്കെ നമ്മളൊന്ന് ഫിറ്റ് ചെയ്തെടുത്തു. ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ കുപ്പിയുടെ മുകളിലോട്ടുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനും കൂടി നമുക്ക് കവർ ചെയ്തെടുക്കണം. കാരണം മുത്തപ്പന് മുടി വരുന്നത് കുറേ അധികം, അതായത് നാഗത്തിൻ്റെ കുറേ ചന്ദ്രക്കല, നാഗം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതേ ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തു. ഒരു നാഗത്തിൻ്റെ രൂപമാണ് നമുക്കിവിടെ ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഉള്ളിലായിട്ട് ഇതുപോലെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്താലാണ് നമുക്ക് ആ ഒരു ലുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും നമ്മൾ ചെയ്തെടുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെ എന്തോ ആയിക്കോട്ടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോത്സാഹനം. ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്നൊരു വർക്കല്ലേ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ ഇനി എത്ര മെസ്സേജ് അയച്ചാലും അല്ലെങ്കിൽ കമൻറ്റ് അയച്ചാലും റിപ്ലൈ ഒന്നും തരൂലല്ലോ എന്ന് പറയുന്നവരോട് എനിക്കൊരു മോളുണ്ട്. എന്തായാലും നിങ്ങളെ കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഓരോന്നായിട്ട് എടുത്ത് റിപ്ലൈ തന്ന് ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നതിന് ഒരു സമയം കിട്ടുന്നില്ല. പക്ഷേ സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് എല്ലാറ്റിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് ഇഗ്നോർ ചെയ്യുക, ക്ഷമിക്കുക. അപ്പോൾ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ആ ഒരു നാഗത്തിൻ്റെ പോർഷനും കൂടി ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തെയ്യം കലാകാരന്മാരോ ആരെങ്കിലുമൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വർക്കിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. കാരണം നിങ്ങളൊക്കെ ജെന്യൂനായിട്ട് കാര്യങ്ങൾ പറയും. കാരണം നിങ്ങൾ അത്രയും ആ ഒരു കലാരൂപത്തിന് അടുത്തറിയുന്ന ആൾക്കാരല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരുമ്പോൾ എനിക്കും അത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതുപോലെ കുറച്ച് കളർഫുൾ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് കുനുകുനാ നമ്മളൊന്ന് കട്ട് ചെയ്ത് തരുന്നുണ്ട്. ചെക്കിപ്പൂ, അതുപോലെ തന്നെ തുളസി, അങ്ങനെ കുറേ കനകാംബരം, ആ ഒരു ഓറഞ്ച് പൂ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ പൂവൊക്കെ നമ്മുടെ മുത്തപ്പൻ്റെ മുടിയിൽ ഉണ്ടാവാറുണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു വർണ്ണ കടലാസ് എടുത്തിട്ട് ഒന്നിങ്ങനെ കുനുകുന കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ചുരുട്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചുരുട്ടി കൂട്ടത്തോടെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ ആ ഒരു ലുക്ക് കിട്ടുള്ളൂ. അങ്ങനെ നമ്മളൊന്ന് എല്ലാ സ്ഥലത്തും ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. കുറച്ചധികം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ, പുറത്തൊക്കെ കാണുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റെഡ് കളർ ചെയ്തെടുത്തു, ഗ്രീൻ കളർ ചെയ്തെടുത്തു. പിന്നെ കുറേ ഒറിജിനൽ പൂക്കളും ചെടികളൊക്കെ ഞാനിവിടെ കുത്തി നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഒന്നും കൂടി ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. മുത്തപ്പൻ്റെ മുടിയിൽ ഏറ്റവും കൂടുതൽ എടുത്ത് നിൽക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ തുമ്പച്ചെടിയാണ്. തുമ്പച്ചെടി പ്ലസ് പൂവൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതെടുത്ത് നിൽക്കണം, എന്നാൽ മാത്രമേ ആ ഒരു ലുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടും ഞാൻ അതിന് വേണ്ടിയിട്ടായിട്ട് കുറച്ചധികം ഞാൻ കഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലെ ആ ഒരു നാഗത്തിൻ്റെ ആ ഒരു ചന്ദ്രക്കല, നെറ്റിയിലൊരു ചന്ദ്രക്കല വേണം. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ CD ആണ് കട്ട് ചെയ്തത്. അതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒറിജിനൽ കുറച്ച് ചെടിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്.
അപ്പോൾ ഇഷ്ടമായോ? അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അതുപോലെ തന്നെ ഈ ഒരു ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ. അതുപോലെ തന്നെ ഇതുപോലത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ്. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വർക്ക് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. പ്രത്യേകം മുത്തപ്പൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. മറ്റൊരു നല്ല ഇവിടെ കാണാം. സി യു, ടേക്ക് കെയർ.